തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വലിയൊരു ശക്തമായിട്ടുള്ള എതിരാളികളുടെ പ്രചരണായുധം വികസനത്തിനപ്പുറത്ത് ജാതിയും മതവും ഒപ്പം ഇത്തരത്തിലുള്ള ഡീലുമൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എതിരാളികൾ തെരഞ്ഞെടുപ്പിന് സ്വാഭാവികമായും വരണം. എതിരാളികളില്ലാതെ ഒരു പോരാട്ടം പറയാൻ വേണ്ടി കഴിയില്ലല്ലോ. പാലക്കാട് കോങ്ങാട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രചരണത്തിനിടയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് പള്ളിക്കുറുപ്പാണ്. ഇവിടുത്തെ ഓരോ വീടുകളും കയറി ഇറങ്ങി വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നിപ്പോൾ 6ാമത്തെ ദിവസം കാരാകുശി പഞ്ചായത്തിലെ പള്ളിക്കുറുപ്പ് രാവിലെ 7:30 മണി മുതൽ ആരംഭിച്ചതാണ്. ഈ പ്രദേശത്ത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഞാൻ ഇപ്പോൾ സിറ്റിംഗ് MLA എന്ന നിലയിൽ കാരാകുശി വളരെ ഏറെ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന ഒരു പഞ്ചായത്താണ്. ഇപ്പോഴും വലിയൊരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാരാകുശി മാത്രമല്ല, കോങ്ങാട് മണ്ഡലത്തിലെ തന്നെ വലിയൊരു ആത്മവിശ്വാസത്തിലാണ്. വളരെ നല്ല രീതിയിൽ ജനങ്ങളുടെ സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാനാവും. ഈ പാലക്കാട് പ്രധാന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി കോങ്ങാട് മാറിയിരിക്കുകയാണ്. ഒരു ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ വരുന്നു. അതിനോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ LDFന് അതും സിറ്റിംഗ് MLA ഉള്ള ഒരു ഭാഗത്ത് കുറച്ച് പഞ്ചായത്തുകൾ നഷ്ടപ്പെടുന്നു. അത് ചെറിയൊരു ഭയം ഉണ്ടാക്കുന്നുണ്ട്. ഭയം എന്തിനാ? ഭയമൊന്നും പ്രശ്നമൊന്നുമല്ല. കോങ്ങാട് മണ്ഡലം എക്കാലത്ത് ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന മണ്ഡലമാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ്. എതിരാളികൾ തെരഞ്ഞെടുപ്പിന് സ്വാഭാവികമായും വരണം. എതിരാളികളില്ലാതെ ഒരു പോരാട്ടം പറയാൻ വേണ്ടി കഴിയില്ലല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വളരെ വ്യത്യസ്തമായിട്ടൊരു ഒരു പൊളിറ്റിക്കൽ സെനോറിയോ ഡിഫറൻ്റാണ്. അപ്പോൾ അതൊരു വിഷയമായിട്ട് കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ പഞ്ചായത്തുകളാണ് ഏറ്റവും കൂടുതൽ വികസനവും MLA എന്നല്ലേ ചെയ്തിട്ടുള്ളൂ. പലപ്പോഴും കാരാകുശിയിലും കാഞ്ഞിരപ്പുഴയിലും MLA ആണ് എന്ന് വരെ എന്നെ ആളുകൾ വിളിച്ചിരുന്നു. അത്രയേറെ വികസനങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാഞ്ഞിരപ്പുഴ ചർക്കപ്പടി റോഡ് നിങ്ങൾക്കറിയാം. കോട്ടശ്ശേരി പിന്നെ ടിപ്പു സുൽത്താൻ റോഡ് 60 കോടിയാണ് നമ്മൾ പൂർത്തീകരിച്ചത്. മുതുകുറിശി റോഡ് 10 കോടി ഇതിനകം പൂർത്തീകരിച്ചു. വിയക്കുറിശി റോഡ് 3 കോടിയുടെ പൂർത്തീകരിച്ചു. നമ്മുടെ ഈ പഞ്ചായത്തിലെ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടിയുടെ 24 ക്ലാസ് മുറികൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ 3,90,00,000 പദ്ധതി ഇപ്പം കിഫ്ബിയിൽ ആദ്യഘട്ടം പണി പൂർത്തീകരിച്ചു. വലിയട്ടം സ്കൂൾ 75 ലക്ഷം. കാരാകുശി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് എഴുത്തോമ്പാറ പാലം. അത് ഇത്തിരി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് ആദ്യഘട്ടത്തിൽ. കാരണം കരാറുകാർ സ്കിപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം 12 കോടി രൂപ അഡീഷണലായിട്ട് 2 കോടി അധികമായി വെച്ചുകൊണ്ട് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത് അതിൻ്റെ സർവേ നടപടികൾ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ വികസനം നടപ്പിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വികസനത്തിനപ്പുറത്ത് വേറെ ചില കൺസോൾട്ടേഷൻ നടന്നു എന്നുള്ളതാണല്ലോ അങ്ങനെ നമ്മൾ പറയാൻ വേണ്ടി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാവില്ല. കാരണം ജനങ്ങൾ ഇപ്പോൾ വളരെ ആവേശത്തോടും ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ഈ UDF ക്യാമ്പ് പറയുന്നത് ഒരു ശശി എഫക്റ്റ് കോങ്ങാട് മണ്ഡലത്തിൽ ഒരിക്കലുമില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം 5 വർഷമായിട്ട് എനിക്കറിയാം ഈ മണ്ഡലത്തിലെ ആളുകളെ. അപ്പോൾ ആ ഒരു എഫക്റ്റ് ഇവിടെ ഉണ്ടാവില്ല. CPMൻ്റെ സംസ്ഥാന നേതാവ് കൂടിയാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രധാനപ്പെട്ട ഒരു ആരോപണം പാലക്കാട് കേന്ദ്രീകരിച്ച് ഉന്നയിച്ചിട്ടുണ്ട്. അത് പാലക്കാട് മണ്ഡലത്തിൽ അവിടെ BJPയും CPM തമ്മിൽ ഒരു ഡീലുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് NMR റസാഖിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നല്ലേ? അത് തികച്ചും തെറ്റായൊരു ധാരണയാണ്. കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വലിയൊരു ശക്തമായിട്ടുള്ള എതിരാളികളുടെ പ്രചരണായുധം വികസനത്തിനപ്പുറത്ത് ജാതിയും മതവും ഒപ്പം ഇത്തരത്തിലുള്ള ഡീലുമൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം പാലക്കാട് മണ്ഡലത്തിലെ ഏറ്റവും ചരിത്രത്തിലൊരു വിജയമായിട്ട് NMR മാറുകയാണ്. അപ്പോൾ അതിൽ പലരും രാഷ്ട്രീയ അസൂയ ഉണ്ടാവും. എതിരാളികൾക്ക് പല തരത്തിലും നമ്മളെതിരായി പറയുകയാണ്. ഒരു ഡീലുമില്ല. ഡീലുണ്ടെങ്കിൽ തന്നെ അവർ തമ്മിലുള്ള ഡീൽ മാത്രമായിട്ടാണ് നമുക്ക് പറയാം. കോൺഗ്രസ് BJP തമ്മിലുള്ള വേണമെങ്കിലും ഉണ്ടാവുക. കാരണം എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ സിനിമാ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഇരിക്കുന്ന ആളുകൾ തമ്മിലൊരു പോരാട്ടമാണല്ലോ. അതിനേക്കാൾ ഉപരി NMR ആ പ്രദേശത്തിലാണ്. അതായത് ടൗണിൻ്റെ ഹൃദയമാണ് NMR. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഒരുമിച്ച് നിൽക്കും. ഒരു തരത്തിലുള്ള വ്യതിയാനങ്ങളും ഇത്തവണ ഉണ്ടാവില്ല. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സുനിശ്ചിതമാണ് വിജയം. ഏതായാലും അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി വലിയ ആത്മവിശ്വാസത്തിലാണ്. കോങ്ങാട് മണ്ഡലം ഇത്തവണയും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളൊന്നും ഇത്തവണത്തെ ഈ റിസൾട്ടിനോ അല്ലെങ്കിൽ ഈ പ്രചരണത്തിനോ ഒന്നും ബാധിക്കുന്നില്ല. കടുത്ത പോരാട്ടം നടന്നാലും വിജയം തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നുള്ളതാണ് കോങ്ങാട്ടെ LDF ക്യാമ്പും ഉറച്ചു വിശ്വസിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.